അതെ, ആരാ സംസാരിക്കുന്നത്? ഞാൻ സ്മൃതിയാണ്. ഹലോ, ആങ്കർ ചെയ്യുന്ന ആരാണ്? സ്മൃതിയാണ്. സ്മൃതി പറയൂ. ശ്രീ പി വി അൻവർ, ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം സ്വാമി സന്ദീപാനന്ദഗിരിയുണ്ട്. അദ്ദേഹം നേരത്തെ പലതവണ ഉന്നയിച്ച വിഷയം പിന്നീട് ആരും ശ്രദ്ധിക്കാതിരിക്കുകയും പലപ്പോഴും പരിഹാസത്തിന് പാത്രമാകുകയും ചെയ്തൊരു സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇപ്പോൾ താങ്കളോട് നേരിട്ടൊരു നന്ദി പറയണമെന്ന് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം താങ്കളോട് സംസാരിക്കാൻ നിൽക്കുകയാണ്. ശ്രീ പി വി അൻവർ. നമസ്കാരം അൻവർ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും അങ്ങയോട് നമസ്കാരം. അങ്ങയോട് നന്ദി പറയുകയാണ് ഈ സമയത്ത്. കാരണം ഇത് ഒരുപാട് പേര് ആദ്യമൊക്കെ മീഡിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഇത് കൃത്യമായി അന്വേഷണത്തിന്റെ അവസാനം പിന്നീടുള്ള കാര്യങ്ങളൊന്നും മീഡിയ ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അങ്ങ് അതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നതിന് ജനശ്രദ്ധ, ജനങ്ങൾ കൂടുതൽ ഈ സത്യം ഇത് അറിയിച്ചതിന് അങ്ങയോട് പ്രത്യേകം നന്ദി പറയും. തീർച്ചയായിട്ടും നന്ദി എന്നോടല്ല, കേരളത്തിലെ ജനങ്ങളോടും എന്താ പറയുക, ഈ സംവിധാനത്തോടും കൂടി പറയേണ്ടതുണ്ട്. കാരണം കേരള പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് ഞാൻ ഇതുവരെ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സത്യസന്ധരായ പോലീസ് ഓഫീസർമാരും ഈ സേനയിൽ നന്നായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ശേഷി കാണിക്കുന്ന കേരളത്തിലെ ഒരു ഓഫീസർ മാത്രമല്ല, പല റിപ്പോർട്ടുകളും പലരും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പൂഴ്ത്തി വെക്കപ്പെട്ടതാണ്. അപ്പോൾ ആ പോലീസ് സേനയിലെ ആത്മവിശ്വാസവും എന്താ പറയുക സത്യസന്ധതയുമുള്ള ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാരെ കേരളത്തിലെ ജനം അഭിനന്ദിക്കേണ്ടതുണ്ട്, അവർക്ക് പിന്തുണ നൽകേണ്ടത്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വാമിയുടെ മുന്നിൽ വെച്ചിട്ട്. അതെ, അങ്ങ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അങ്ങയുടെ അന്വേഷണത്തിലേക്ക് വരണം നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം അല്ല, ഇതിൽ നമ്മുടെ വാഹനത്തിന് 2 വാഹനങ്ങളുടെ ഇൻഷുറൻസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ ഇൻഷുറൻസിൻ്റെ ഓഫീസറെ ഏതോ പോലീസ് ഓഫീസർ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത്, നിങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയേക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ആൾക്ക് അത് ആരാണ് എന്താണ് നമ്മളോട് അത് സീക്രട്ടായി ആ ഒരു രീതിയിലാണ് അത് ഇതാക്കിയിട്ടുള്ളത്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു ആ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. നമ്മൾ മനസ്സ് മടുത്തു പോയതാണ് ഇത്തരം ആളുകൾ ഇതിലുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇത്തരം ആളുകൾ പോലീസ് ഫോഴ്സിനോടല്ല, പക്ഷേ ഈ ഇത്തരം ആളുകൾ ഈ ഫോഴ്സിലുണ്ടല്ലോ എന്നുള്ളത്. അതെ. അല്ല സ്വാമി, സ്വാഭാവികമായിട്ടും ഇൻഷുറൻസുള്ളൊരു വാഹനം കത്തിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പണം പോലും കിട്ടിയില്ല, ഈ രീതിയിലാണ് ഇൻഷുറൻസുകാരൻ പറഞ്ഞതെങ്കിൽ നിങ്ങളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് സ്വാമിക്ക് പോയി കാണാവുന്ന, എപ്പോഴും ആക്സസ് ചെയ്യാവുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹത്തിന് നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലാതെ അവിടുത്തെ സെക്രട്ടറിയെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നേരെ പോയി CM-നെ കണ്ട് നിങ്ങളത് കൊടുക്കൂ. അതിനൊരു ഉടനടി CM-ൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഇടപെടലുണ്ടായി നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് സ്വാമി ഈ വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായി സ്വാമിയോട് സൂചിപ്പിക്കാനുള്ളത്. അല്ല, തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് സ്വാമിക്ക് ചോദിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനല്ലാതെ നമുക്കൊരു വിശ്വാസമില്ല ഇവരെ നേരെയാക്കി എടുക്കാൻ. ഇപ്പം നേരെയാക്കിയാൽ നേരെയായി, അല്ലാതെ ഇനി ആർക്കും ഇതിനെ നേരെയാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊന്നും നമുക്കില്ല. അദ്ദേഹം തീരുമാനിച്ചാൽ അത് നേരെയാക്കും. നമുക്ക് നല്ലൊരു ഉത്തമ ബോധ്യമുണ്ട്, അതിൽ സംശയമില്ല.